പാളയം മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പാളയം മാർക്കറ്റിൽ കച്ചവടത്തിനായി അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം പച്ചക്കറി വാങ്ങാൻ കോഴിക്കോട്ടുകാർ ഇങ്ങോട്ടെത്തിയപ്പോൾ ഇവിടെയുള്ള കടകളെല്ലാം അടച്ചിട്ട നിലയിലാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കോഴിക്കോട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും പച്ചക്കറി വാങ്ങാൻ എന്നാണ് സാധിക്കുക എന്നും ഇവർക്കറിയണം. ഇതിൻ്റെ ഉത്തരം അധികൃതർ തന്നെ നൽകും. ഉദ്ഘാടനം ഒഫീഷ്യലി നടന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ഇനാഗുറേഷൻ മാത്രമാണ് നടന്നത്. ഡിസംബറോടുകൂടി എല്ലാ സംവിധാനങ്ങളും റെഡിയാവും എന്നുള്ള അവർക്ക് എന്തായാലും ഒരു 1 month ഒക്കെ അവർക്ക് ഫർണിഷിങ്ങിന് സമയം വേണ്ടി വരാം. പാളയത്തുള്ള എല്ലാ കച്ചവടക്കാരും ഒരുമിച്ച് തന്നെ ഈ മാർക്കറ്റിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് സംഭവിക്കും. അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ മാർക്കറ്റ്. പുതിയ പാളയം മാർക്കറ്റിൻ്റെ 1ാം നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് സൈഡിൽ കാണുന്ന ഈ കടമുറികൾ ഉൾപ്പെടെ ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം കടകളും കച്ചവടക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനി ഇത് ഫർണിഷിംഗ് ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി 1 മാസം സമയമെങ്കിലും ആവശ്യമായി വരും. അതിനിടെ എതിർപ്പുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും. കോർപ്പറേഷൻ എപ്പോഴും അനുനയത്തിൽ തന്നെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് മാറാൻ പാടില്ല എന്നതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും അനുനയത്തോടു കൂടി തന്നെയാണ് ഇവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെയുള്ള എല്ലാവരോടും സംസാരിച്ചത് സാധ്യമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കോർപ്പറേഷൻ ഇപ്പോഴും സന്നദ്ധമാണ്. എല്ലാവരുമായി നല്ല നിലക്ക് തന്നെ സംസാരിച്ച് പരിഹാരത്തിന് നേതൃത്വം കൊടുക്കാൻ കോർപ്പറേഷൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പാളയം മാർക്കറ്റിലേക്ക് മാറുന്നതിനെ എതിർക്കുന്ന കച്ചവടക്കാർ പറയുന്ന ചില കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, പഴയ പാളയം മാർക്കറ്റുമായി താരതമ്യം ചെയ്താൽ അത്രയധികം ആളുകളൊന്നും തന്നെ ഇങ്ങോട്ട് പച്ചക്കറി വാങ്ങാൻ വരില്ല എന്ന് അവർ പറയുന്നു. അത് അവരുടെ കച്ചവടത്തെ ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കടമുറികൾക്കൊന്നും അത്ര സൗകര്യങ്ങളില്ല എന്നുള്ളത് അവർ പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഈ പല കടകളും 1ാം നിലയിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി വരേണ്ടതും ഒരു ബുദ്ധിമുട്ടാണ് എന്ന് ഈ എതിർപ്പുള്ള കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ പരിഹാരം ഇവിടെ ഉണ്ട് എന്ന് അധികൃതരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് സത്യത്തിൽ. ഇതാണ് ഈ കാണുന്നതാണ് ശരിക്കും മെയിൻ ബൈപ്പാസ്. 4 ലൈൻ ട്രാക്കിലേക്ക് പോകുന്ന മെയിൻ ബൈപ്പാസാണ് നേരെ മുമ്പിൽ കാണുന്നത്. ഈ കാണുന്നത് തന്നെയാണ്. അവിടുന്ന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ അവർ ഉന്നയിച്ച പ്രശ്നം ഇവിടേക്ക് ആകെ 40 സ്റ്റെപ്പോ മറ്റോ കയറണമെന്നാണ്. സത്യത്തിൽ ഈ ഫ്ലോറിലേക്ക് 3 റാമ്പ്, ഈ സൈസിൽ 3 റാമ്പ് ഉണ്ട്. അതേപോലെ 3 ലിഫ്റ്റ് ഉണ്ട്, 5 സ്റ്റെപ്പ് ഉണ്ട്. അതേപോലെ ഡയറക്റ്റ് ലോറിയിൽ നിന്ന് എടുക്കാനുള്ള കൺവെയറുകളുണ്ട്. ഇത്രയും സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കോർപ്പറേഷന്. പാളയത്തും ചെയ്യുന്ന ബിസിനസ്സിൻ്റെ, ഇപ്പം പാളയം മാർക്കറ്റിൽ ചെയ്യുന്ന ബിസിനസ് വോളിയത്തിൻ്റെ 0.05% പോലും ബസ്സുകളിൽ കയറി പോകുന്നില്ല. അതൊരു അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അങ്ങനെ ആയില്ലല്ലോ. അപ്പം നമുക്ക് ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും 0.5% പോലും ബിസിനസ് പാളയത്ത് നിന്ന് ബസ്സിൽ കയറി പോകുന്നില്ല. ഒക്കെ 2 വീലറുകളോ അല്ലെങ്കിൽ ഗുഡ്സുകളോ അതേപോലെ അത്തരം സംവിധാനങ്ങളിൽ കൂടെ തന്നെയാണ് പാളയത്ത് നിന്ന് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ കയറണം. അവിടെ സ്റ്റെപ്പ് കയറേണ്ടത് പോലെ അങ്ങനെ പറയാം. ഓലല്ല സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ സ്റ്റെപ്പ് കയറേണ്ടത് അറിയാം. ഓല് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ച് നിങ്ങൾ കണ്ടില്ല, അവിടെ പോയിട്ട് കണ്ടില്ലേ? പിന്നെ ഒരു സ്റ്റെപ്പ് കയറേണ്ട നടക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒരു 100 രൂപ കൊടുത്തിട്ട് ഈ പച്ചക്കറി വാങ്ങാൻ അങ്ങോട്ട് വരുമോ? ഈ സൂപ്പർ മാർക്കറ്റ് കണ്ടമാനം തുറന്നിരിക്കുന്ന ടൈമിൽ ഈ സാധനം വാങ്ങാൻ 100-150 ഉറുപ്പ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അവിടെ വന്ന് വാങ്ങുമോ? ബസ് സ്റ്റാൻഡിലുള്ളവർ തന്നെയാണ് ഇതൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്. എല്ലാ നാട്ടിലും നിങ്ങൾ പോയേക്ക്, കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയേക്ക് നിങ്ങൾ ബസ് സ്റ്റാൻഡും കാര്യമുള്ളവർ തന്നെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്. വണ്ടിയും കാര്യം വരുത്തി സാധനം കൊണ്ടുപോക്കൂ ഒക്കെ കച്ചവടമുള്ള സ്ഥലത്ത് തന്നെ അതൊക്കെ ഉണ്ടാവില്ലേ. ഈ പച്ചക്കറി വാങ്ങാൻ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വരുമോ? നിങ്ങൾ വരുമോ? ഒരു 100-150 ഉറുപ്പ് മുടക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് വരുമോ? ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് 50 ഉറുപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുന്ന് 50 ഉറുപ്പ് കൊടുത്ത് ഇങ്ങോട്ട് വരുമോ? അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും? എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങാൻ വിചാരിക്കും. ഇങ്ങനെയൊക്കെയാണ് കച്ചവടക്കാർ ഉന്നയിച്ച ആശങ്കകളോട് അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ എതിർപ്പുള്ള കച്ചവടക്കാർ ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു 10-50 കൊല്ലമായിട്ട് ഈ പാളയം മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, മുട്ടായി തെരുവ്, വില്ലങ്ങാടി ഇതെല്ലാം കൂടിയൊരു മേഖല.
ഇതിപ്പോൾ ഒറ്റപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ പച്ചക്കറി വാങ്ങാനൊന്നും അങ്ങോട്ടേക്ക് ആൾ ഹോൾസെയിലായിട്ട് കുഴപ്പമില്ല നടക്കും. ചില്ലറ കുറേ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു 6-7 ഷോപ്പുകൾ, ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ 2 കിലോ 1 കിലോ വിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കാണുന്ന ആൾക്കാർ അങ്ങോട്ട് പച്ചക്കറിക്കായിട്ട് വരും. അപ്പം ആളുകളും എല്ലാം ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മിഠായിത്തെരുവിലേക്ക് വരുവാണെങ്കിൽ പാളയത്ത് പോയി കണ്ട് എന്തെങ്കിലും കുറച്ച് വാങ്ങാം, ബസ് കയറാൻ എന്തെങ്കിലും കുറച്ച് വാങ്ങാം. എതിർപ്പുള്ള കച്ചവടക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികളും അധികൃതർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പുതിയ പാളയ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വാങ്ങാൻ കോഴിക്കോട്ടുകാർക്ക് ഡിസംബർ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. എതിർപ്പെല്ലാം മറികടന്ന് എല്ലാ കച്ചവടക്കാരും ഒരുമിച്ച് ഇവിടെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.